ഒരു സെക്കൻഡ് മുന്നോട്ടോ ഒരു സെക്കൻഡ് മുൻപോട്ടോ നീക്കാനോ തിരുത്താനോ സാധിക്കാത്തവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചതും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മിൻഹാ ഖലഖനാകും, നിങ്ങളെ ഞാൻ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. ഒരാളുടെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചപ്പം ചെയ്ത നെറികേടുകൾക്കോ കള്ളുകുടിയനോ ആളെപ്പറ്റിച്ച് സമ്പത്ത് സമ്പാദിച്ചവർക്കോ കുടുംബത്തിൽ അനീതി കാണിച്ചവർക്കോ മാതാപിതാക്കളെ ദ്രോഹിച്ചവർക്കോ മക്കളോട് നീതി കാണിക്കാത്തവർക്കോ ഭാര്യയെ വഞ്ചിച്ചവർക്കോ ഭർത്താവിനെ വഞ്ചിച്ചവർക്കോ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ മറുപടികളോ ഇല്ല മരണത്തിന് ശേഷമെങ്കിൽ മരണം വലിയൊരു സമാധാനം. കാരണം എല്ലാം അതോടുകൂടി അവസാനിച്ചു കിട്ടും. പക്ഷെ തൊട്ടടുത്ത വചനത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഒരിക്കൽ കൂടി നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും. ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ലോകത്ത് റബ്ബിന്റെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ജനിച്ച അന്ന് മുതൽ ഈ ലോകത്ത് ജീവിക്കുമ്പം അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏതേത് അനുഗ്രഹങ്ങളാവട്ടെ, ആ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരടിക്കാല് മുൻപോട്ട് വെക്കാൻ സാധ്യമല്ലാത്തൊരു ഹശറെന്ന മൈതാനി എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ഈ ദുനിയാവിന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുന്ന നിമിഷം മുതൽ പിന്നീട് അങ്ങോട്ട് റബ്ബിന്റെ ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾക്കൊക്കെ യാത്രയയപ്പ് നാട്ടുകാർ ഏറ്റവും ഭംഗിയായിട്ട് തരും. അതിലൊരു കുറവും ഒരു നാട്ടുകാരും വരുത്താറില്ല. ഒരുപക്ഷെ ഉമ്മമാരൊന്നും കണ്ടിട്ടുണ്ടാവൂല, ഒരു മയ്യത്തെടുത്ത് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കരിച്ച് ശേഷം ആ മയ്യത്തെടുത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. ആ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച മയ്യത്തിന്റെ ഒരൽപ്പം മേലെ ചെറിയ സ്ലേവുകളിട്ട് ആ കുഴിയിലേക്ക് ഒരു തരി മണ്ണ് പോലും വീഴാതിരിക്കാൻ സ്ലേവുകളോ മറ്റേതെങ്കിലും സാധനങ്ങളെ കൊണ്ടോ അതിന്റെ മേൽഭാഗം മൂടും. എന്നിട്ട് ഓരോരുത്തരും കുനിഞ്ഞിരുന്ന് ആ കബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിടും. 3ാമത്തെ പിടി മണ്ണ് ആ കബറിന്റെ മുകളിലേക്ക് വീഴുന്ന സമയത്ത് ലോകം കണ്ട ഏറ്റവും നല്ലൊരു യാത്രയപ്പ് നാട്ടുകാരും കുടുംബക്കാരും നമ്മൾക്ക് തരും. ആ യാത്രയപ്പാണ് മനുഷ്യരെ തസ്ബീത്ത്. കബർ കളച്ചവൻ കബറിലേക്ക് മണ്ണ് നീക്കിയിടുമ്പം കിട്ടാവുന്ന മണ്ണ് കയ്യിലെടുത്ത് ഓരോരുത്തരും കബറിലേക്ക് മണ്ണ് നിക്ഷേപിക്കുമ്പോ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വാപ്പാനെ ഉമ്മാനെ പെങ്ങളെ അളിയനെ എന്നുവേണ്ട നാട്ടുകാരനെ കുടുംബക്കാരനെ സർവരെയും മനസ്സിലാലോചിച്ചുകൊണ്ട് ഓരോരുത്തരും ഒരു ഭാഗത്തു നിന്നും ചൊല്ലിത്തുടങ്ങും, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിത്തുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ നിന്റെ ഉമ്മയാ ഇന്നലെ വരെ തോളൊപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ നാട്ടുകാരനാ. അതുകൊണ്ട് സബ്ബിത്തുഹു ഇൻദ സുആൽ, നിന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച ഈ മയ്യത്തിന് നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിന്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായ ഉത്തരം പറയാൻ ഈ കബർ കിടക്കുന്ന കബറാളിക്ക് നീ കഴിവ് കൊടുക്കണേ നാഥാ. കാരണം പണം കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിന് മാത്രമേ പവറുള്ളൂ. ഈ ദുനിയാവിൽ അത്യാവശ്യം പണവും തരക്കേടില്ലാത്തൊരു കുടുംബക്കാരനുമാണെങ്കിൽ, തറവാടൽപ്പം പോരിശയുള്ളതാണെങ്കിൽ നമുക്കാരോടും എന്തും തിരിച്ചു പറയാൻ സാധിക്കും. എന്തടോന്ന് ചോദിച്ചാ എന്റെ പണിയൊക്കെടോന്ന് പറയാൻ നമ്മളെ പണം മതി, നമ്മളെ തറവാടിന്റെ പോരിശ മതി. പക്ഷേ 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോ കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ പണമുള്ളവനാവട്ടെ പണമില്ലാത്തവരാവട്ടെ തറവാടുള്ളവരാവട്ടെ തറവാടില്ലാത്തവരാവട്ടെ
ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടി വന്നവനാകട്ടെ, എല്ലാവർക്കും അള്ളാഹുവിന്റെ മുൻപിൽ ഒരൊറ്റ പേരേയുള്ളൂ, മയ്യത്ത്. ആ മയ്യത്തിന് പടച്ച റബ്ബിനോട് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് ആ മയ്യത്തിന് ലഭിക്കണം. ആ തൗഫീക്കിന് വേണ്ടിയാ ചിലർ ചോദിക്കുന്നതും. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണം. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകതയും ഭീകരതയും ഖബറിനെ ബോധ്യപ്പെടുത്താൻ, ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല ഖബറിന്റെ രണ്ട് ഭാഗവും അങ്ങ് ഇടുക്കിക്കളയും. മദീന പള്ളിയിൽ വെച്ച് സഹാബത്തിന്റെ മുൻപിൽ രണ്ട് കൈകൾ കോർത്തു പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞു, ഇതുപോലെ ഖബർ കിടക്കുന്നവന്റെ വാരിയല്ല് കോർണിപ്പെടും, രണ്ട് വാരിയല്ലുകൾ കോർത്തു പിടിക്കപ്പെടും. ആ വേദനയിലും സങ്കടത്തിലും അവൻ വെപ്രാളപ്പെട്ട് കരയും. ആ കരച്ചിലും വേദനയും അല്പം കുറയാൻ വേണ്ടിയ ഖബറിന്റെ അരികിൽ നിന്നും നമ്മൾ തസ്ബീത്തായിട്ട് ചൊല്ലുന്നത് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി. പടച്ചോനെ, ഈ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ ഖബറാളിക്ക് ഇങ്ങൊരു സമാധാനം കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്. റബ്ബേ, എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ ഒരു സ്വർഗ കവാടം ഈ ഖബറാളിക്കിങ്ങി തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച് 10-15 മിനിറ്റ് നേരം. പിന്നാരാ മനുഷ്യരെ എന്തെങ്കിലും ഖബറിന്റെ അടുത്ത് വരിക? ഈ കമ്പളക്കല്ലിലും മേലെ മാമാങ്കരയും താഴെ മാമാങ്കരയും ഒക്കെ അപ്രതീക്ഷിതമായ ഒരുപാട് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തവരല്ലേ ഞാനും നിങ്ങളും ഒക്കെ. അന്ന് മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുവച്ച ഏതെങ്കിലും ഒരാളെ തൊട്ടുമുൻപ് നമസ്കരിച്ച മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അവരൊക്കെ എങ്ങനെയാ റബ്ബേ മണ്ണിന്റെ അടി കിടക്കുന്നത്? അവർക്കൊക്കെ എന്തവസ്ഥയായിരിക്കും റബ്ബേ എന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതുപോലെ ജനങ്ങളും നാടും കുടുംബവും നമ്മളെ മറക്കുന്നതാണ് മരണം. ആ മരണം നിങ്ങളെയും കൊണ്ടുപോകുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ മുൻപിലേക്കുള്ള ചില ഉത്തരങ്ങൾ നമ്മളെ കയ്യിലുണ്ടാവണം. ആ ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ പരാജയപ്പെടും. ദുനിയാവിൽ കുറെ പൈസ ഉണ്ടായാൽ ജയിക്കാൻ പറ്റും. അതുകൊണ്ട് ആ പൈസ ഉള്ളവനെ നോക്കിയിട്ട് ചിലർ പറയും ഭാഗ്യവാൻ, ഇഷ്ടം പോലെ സ്വത്തുണ്ട്, കമ്പളക്കല്ലുണ്ട്, മാമാങ്കരുണ്ട്, വൈക്കടവുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് നോക്കിയിട്ട് പണക്കാരെ നോക്കി പറയാറില്ലേ? ഓനൊക്കെ പുണ്യം ചെയ്തോനാ, ഭാഗ്യവാനാ, പടച്ചോന്റെ തൗഫീക്ക് കിട്ടിയതാ. എന്താ മുതലാണോ ഖബറിന്റെ ഭംഗി? വേറെ ചിലർ തറവാടിന്റെ പോരിശ നോക്കിയിട്ട് പറയും എന്നാ തറവാട്ടുകാരനാ, എന്നാ തറവാട്ടിലെ വാപ്പാന്റെ മോനാ. ഓൾക്കൊക്കെ എന്ത് ചെയ്യുന്നതിനെന്താ? വാപ്പ കുറെ നയിച്ചുണ്ടാക്കിയിട്ടില്ലേ? പാരമ്പര്യമായിട്ട് കുറെ വലിയ പേരില്ലേ? അതാണോ ഖബറിന്റെ ഭംഗി? മറ്റു ചിലർക്ക് സൗന്ദര്യമാ ഭംഗി. അതുകൊണ്ട് ആ സൗന്ദര്യത്തിന്റെ കുറവ് ആകുമ്പോഴേക്കും അവർ വെപ്രാളപ്പെടുന്നത്. തേച്ചുമിനിക്കിയും പുട്ടിട്ടിട്ടും വെളുപ്പിച്ചിട്ടും കറുപ്പിച്ചിട്ടും ചവപ്പിച്ചിട്ടും ഈ അണിഞ്ഞൊരുങ്ങുന്ന ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും മണ്ണോട് ചേരാനുള്ളതാ. സൗന്ദര്യത്തിന്റെ അളവ് പോലൊരിക്കലും ഖബറിൽ പടച്ച റബ്ബ് പരിഗണിക്കാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാ തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയതും ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. വർഷങ്ങളോളം കിടക്കേണ്ട ഖബറിലേക്കുള്ളൊരു യാത്രയാ ജീവിതം. ആ ജീവിതം അള്ളാന്റെ മുൻപിൽ അവസാനിക്കുമ്പോ ഈ ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങളെ പറ്റിയും അള്ളാഹു ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ സെക്കൻഡുകളും മനോഹരമായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു ഖബറെങ്ങാനും നമുക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ആ ഖബറിന്റെ ഉള്ളിലുള്ള ആളുകളുടെ ഭയാനകമായ ശിക്ഷകൾ നാളെ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സാക്ഷി, ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചൊരു വാക്കാണത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. റബ്ബ് പുനർജീവിപ്പിക്കപ്പെടുന്ന മഹിശറ ലോകത്തേക്ക് എത്തുന്നതിന്റെ മുൻപ് അവരോരോരുത്തരും കഴിഞ്ഞുകൂടേണ്ട ബർസഖിയായ ഒരു ലോകം അവരെ കാത്തിരിക്കുന്നുണ്ട് റസൂലേ എന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ഖബറെന്ന ലോകം. ആ ലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും.